മനോഹരമായ നല്ലൊരു ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഒരു കാര്യമാണ് പലതിനും പലതിനെയും വില കുറച്ച് കാണുക എന്നുള്ളത്. പ്രത്യേകിച്ച് മാനുഷികമായ വ്യക്തിബന്ധങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ പലരും പലർക്കും വേണ്ടതായ വാല്യൂ അല്ലെങ്കിൽ മൂല്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഇന്ന് പകലിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾക്കൊരു വില കൽപ്പിക്കുന്നില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. വിലയുള്ള സാധനങ്ങൾ, മൂല്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് നമ്മൾ വില കൊടുത്തേ മതിയാകും. എന്നാൽ ഇന്ന് പലപ്പോഴും പലരും കൊടുക്കാത്തതും വാങ്ങിക്കാത്തതുമായ കാര്യമാണ്. ഇന്ന് നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് കാണാവുന്ന കാര്യമാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ നടക്കണം. എന്നാൽ അതിന് മൂല്യമുള്ളതാണോ ക്വാളിറ്റി ഉള്ളതാണോ ഇതൊന്നും ആരും പരിശോധിക്കാറില്ല. വില കുറച്ച് കിട്ടിയാൽ എന്തും വാങ്ങിക്കും. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിലും വലിയ വലിയ മോളുകളിലും ഒക്കെ ആളുകൾ ഓടിച്ചെല്ലുന്നത് എന്തിനാണെന്നറിയാവോ? ഓഫർ കാണുമ്പോഴാണ്. ഓഫർ കാണുമ്പോൾ ചാടിക്കേറി വീഴും, പക്ഷേ അതിന് ക്വാളിറ്റി അതിനനുസരിച്ച് ഉണ്ടാകത്തില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, വില കൂടിയ സാധനം നാം വാങ്ങിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. ഇന്ന് പകലിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ പലരും വില കുറച്ച് കാണുമ്പോൾ ദൈവം നമ്മളെ മൂല്യമുള്ളവരായി വിലയുള്ളവരായി കണ്ടിട്ടുണ്ട്. മറ്റ് ആളുകൾ നമ്മളെക്കുറിച്ച് എന്താണോ അഭിപ്രായം അതല്ല നമ്മുടെ വിഷയം. ഞാനും നിങ്ങളും ദൈവത്തിന് മുൻപിൽ നമ്മുടെ നിർമ്മല മനസാക്ഷിക്കനുസരിച്ച് ശുദ്ധ ഹൃദയത്തോടെയാണ് ആയിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ വാല്യുവേഷൻ അല്ല നമുക്ക് ആവശ്യം. ദൈവം നമ്മളെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് മൂല്യമുള്ളവരാണ് നമ്മൾ. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. മൂല്യം കൽപ്പിക്കുന്നത് ദൈവമാണ്. ആ മൂല്യത്തോടു കൂടെ തന്നെ, ആ വലിയ വാല്യൂയോട് കൂടെ തന്നെ മറ്റുള്ളവർ നമ്മളെ കാണുവാൻ ഈ ദിവസങ്ങൾ ഇടയാകട്ടെ. നമുക്കും മറ്റുള്ളവരെ അതേ വാല്യൂവിൽ കാണുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.